കണക്കില്ലല്ലേ? നമ്മളൊരു ഓരത്തൂടെ ഒതുങ്ങി അങ്ങ് പോവടെ, ആർക്കും ഒരു ശല്യമായെന്ന് വേണ്ട. ഞാൻ വിചാരിച്ചങ്ങ് സിംഗപ്പൂര് വണ്ടി അറിയാം നിന്റെ ഭാര്യയുടെ അടുത്ത്. നിങ്ങളൊക്കെ ഇവിടെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ അവിടെ പോയി കിടക്കണേ? അവളെ അടുപ്പിക്കില്ലല്ലേ? അല്ല ഇതിനു മുമ്പേ വണ്ടി കയറിയാണ്. ഡേയ്, അവിടെ കിടക്കുമ്പോഴേ എനിക്ക് ഇവിടെ സമാനമില്ല. ഞാൻ അവിടെ ചെന്നിറങ്ങി കൊടുത്തോണ്ടല്ല, അവളെന്നെ ജീവനോടെ കത്തിക്കും. ഒരു കാര്യം ചെയ്യടാ, നീ ഇവിടെ കിടാ, നമുക്ക് വല്ലപ്പോഴേക്ക് കാണാനും ചെയ്യാല്ലേ. കക്ഷി എവിടെ? ഒരു അനക്കം ഇല്ലല്ലേ? എവിടെ പോയി? ഇവിടെ ഇല്ലടാ, പോയടാ. അങ്ങ് പടം എടുത്താ? അല്ലെന്ന് ഓഫീസിന്റെ എന്തോ കാര്യത്തിന് വേണ്ടി ഇവിടെ പോയി, നമ്മളെ കോഴിക്കോട് പോയിക്കുന്നു. ഇന്നാ പോയെ? ഇന്നലെ. ഇന്ന് വരുമോ? നാളെ വരുമായിരിക്കും. അപ്പൊ എന്ന് വരുമെന്നൊരു ഉറപ്പില്ലേടേ? എടാ ഓഫീസ് യാത്ര അല്ലേ, ഇങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല, ഓഫീസ് യാത്രയല്ല, അന്ന് കൃത്യമായിട്ട് പറയാക്കൂല. എന്തായാലും ഞാൻ ജംഗ്ഷനിലോട്ടൊന്ന് പോയിട്ട് വരാം. പോണ വഴിക്കേ ഇവിടുന്ന് ഒരു നല്ല ചായ അടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചാൽ അത് നടക്കൂല. എവിടുന്ന് ചായ കുടിക്കാന്ന്? ഇവിടുന്നാ? എന്നിട്ട് ചായ കട ഇത് പണ്ട് തട്ടുകട കിടത്തിയല്ലേ? നീ അന്ന് അടിച്ച ചായയല്ലേ, അതിന്റെ രുചി ഇതുവരെ നാക്കിയൊന്നും മാറിയില്ല തന്നെ. അന്ന് ചായ കുടിക്കാൻ വന്നവന്മാർക്ക് അവസരം എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ലേ? അടി കൊണ്ടോ ഓടി. അതുപോലെ ഇവിടെ ചായ കുടിക്കാൻ വരുമ്പം ഓർമ്മ വേണം. അന്ന് ഓടിയതേ ആണുങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ലേ കാണാൻ. എല്ലാവരും ചായ കുടിക്കൂടാ നീ. എന്താ നീ ഇന്നത്തെ ദിവസം വായിച്ചു തന്നെ തീർക്കാൻ പോവാടാ? ഇന്ന് വായിക്കാന്ന് വിചാരിച്ചു. എന്തേ? ഒന്നുമില്ല. സാധനം ഉറങ്ങുവാണോ അതാ പാട്ട് കേൾക്കുവാണോ? ഉറങ്ങി പാട്ട് കേൾക്കുക. ഡാ അടിച്ചു വലിച്ചു ഉണർത്തടാ, പത്രക്ക് അങ്ങോട്ട് കിടന്ന് സൂചിച്ച് ഉറങ്ങണ്ട. എടി ചിലപ്പം ചേച്ചി രൗദ്രഭാവം പുറത്തു വന്നിരിക്കും. രൗദ്രഭാവം പുറത്തു വന്നാലേ അത് അണയ്ക്കാനുള്ള വഴിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നീ ഉണർത്ത്. അപ്പൊ ഒരു ഉണർത്ത് പാട്ട് തന്നെ ആവാം. ഉണർത്ത് പാട്ടെങ്കിൽ ഉണർത്ത് പാട്ട് അങ്ങനെ ആയിക്കോട്ടെ. എടാ കേശു, ഈ പാട്ട് കേട്ട് കേട്ട് ചേച്ചിക്ക് ബോറടിച്ചിട്ടുണ്ടാവും. ഇനിയെങ്കിലും നീ പാട്ടൊന്ന് നിർത്ത്, മാറ്റിപ്പിടി. എടീ ചേച്ചിക്ക് ബോറടിപ്പിച്ച് നമ്മൾ എണീപ്പിക്കല്ലേ നമ്മുടെ പ്ലാൻ. അപ്പൊ അത് വർക്കൗട്ട് ചെയ്യണം. അപ്പൊ ഇതാണ് അതിന്റെ പറ്റിയ പാട്ട്. അനക്കുണ്ട് ചണ്ടവാതി മുറുകട്ടെ. കാറല്ല ഇതാ, ഇത് സാധകം. അയ്യോ നിന്റെ ഒരു സാധകം. കേശോ പോടാ. പോടാ പോടാ നീ പോ. അച്ഛാ ഞാൻ മാനിമലയ്ക്ക് ഇവിടുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ലക്ഷ്യ ചേച്ചിയാണ് എന്നെ ചവിട്ടി താഴ്ത്തുന്നാ. എന്റെ അമ്മ അച്ഛാ സത്യം പറയല, ഇവന്റെ പാട്ട് കേട്ടപ്പോ ഞാൻ പേടിച്ചു. ഞാനിങ്ങനെ ചരിഞ്ഞെടുത്ത് താഴെ ഞാൻ എന്തെങ്കിലും ചെയ്താ? അച്ഛാ നീ അടങ്ങ്. ഞാൻ പിടിവിട്ട് നിൽക്കുകയാണ്. ഒന്നാണ് അമ്മയില്ല ഇവിടെ ഉള്ള കാര്യം ഞാൻ പറയാം. നീ വാ പഴക്കൊണ്ടാ. കേശു നിന്റെ അവസാനം നീ നോക്കിക്കോ. നീ അവളോട് സംസാരിക്കണ്ട. നീ പോ. വാ. അമ്മ ഒരു ചട്ടമ്പി. തവള പെരുകണ പോലെ പെരുകാതെ പോടി, പൊട്ടിപ്പോ കൂതറ. നീ എടുത്താളോ പോ. ആവശ്യമില്ല പ്രശ്നം ഉണ്ടാക്കരുതേ. നീ ഇവിടെ ഇരി, അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് അച്ഛൻ്റെ അടുത്ത് ഇരി. അടി കൊടുക്കാം. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ ഇതുകൂടെ ചേർത്ത് കൊടുക്കാം പോരെ? വേറൊരു ആവശ്യമില്ല രാവിലെ. ബാസി പറഞ്ഞു. അയ്യോ ഞാൻ പോന്നു. ഇല്ലെങ്കിൽ എന്റെ അടുത്ത് ഓരോന്ന് കുത്തിക്കൊന്ന് ചോദിച്ചോണ്ട് വരും. കേശു എവിടെ പോണ്ട? ശബരിമലക്ക്. ഇരുന്ന് ചിരി. അവനെ നിന്റെ മോതനടേ സംസാരവും നടപ്പും മട്ടും ഭാവം ഇതെങ്ങനെ ഒത്തടേ? അപ്പനൊക്കെ പറഞ്ഞാ ഇപ്പിടി പറയണം. ഞാൻ അങ്ങോട്ട് പോയപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. എന്തോന്ന്? നീലു ഇത് എത്രാമത്തെ തവണയാണ് ഒഫീഷ്യൽ ടൂറിന് പോണത്? ഒരു 6-ാമത്തെ തവണ. ഓഫീസിലെ വേറെ പെണ്ണുങ്ങളൊന്നും ഇല്ലേ ഇങ്ങനെ കറങ്ങി നടക്കാൻ? കറങ്ങി നടക്കാനാ? ഇത് ഓഫീസ് കാര്യത്തിന് വേണ്ടി പോകണടാ, കറങ്ങി നടക്കാൻ. ഓഫീസ് കാര്യത്തിന് പോകണമെന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഒരു ദിവസത്തിന്റെ 24 മണിക്കൂർ ഓഫീസ് കാര്യമായിരിക്കും. കുറച്ച് നേരങ്ങളും ഫ്രീ ആവൂലേ? ഫ്രീ ആവുമ്പോൾ കറങ്ങൂലേ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. നീ എന്താണെന്നാ നീ ചോദിക്കണത്? നിന്റെ അടുത്ത് വല്ലതും പറഞ്ഞാൽ നിനക്ക് പിടിക്കൂല അളിയാ. നമ്മളെ പെണ്ണുങ്ങൾ നല്ലത് തന്നെ, പിന്നല്ലാതെ നമുക്ക്. പക്ഷെ കൂടെ പോണവന്മാർ പല ടൈപ്പാണ്.
ഞാൻ പറഞ്ഞതിൻ്റെ റൂട്ട് നിനക്ക് പിടികിട്ടി വരണോടാ. ഏത്? ഞാൻ ചീത്തോല്ലാം വിളിച്ച് പറയാം കേട്ടാ. നീ ചീത്തയും വിളിച്ച് അതിനകത്ത് കയറി കുത്തി കളിച്ചോണ്ടിരി. കാര്യമുള്ള കാര്യം പറഞ്ഞാൽ നിനക്ക് പിടിക്കൂല. നീ മനസ്സിലാക്കേണ്ട കാര്യം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടതേ. അതേ എനിക്ക് പറയാവുള്ളൂ. എടാ നീ എവിടെ പോണത്? എടാ നീ വിചാരിക്കും പോലെ അല്ല അവള്. ഇവിടെ ഭയങ്കര ഈശ്വര ചിന്ത ഉള്ളവളാണ് അവള്. സദാസമയം പൂജ തന്നെ. നിനക്ക് അറിവടത്തോണ്ടാണ് 20 ഞാൻ പറഞ്ഞു. ഈ മക്കൾ 4 പേര് എടാ സത്യം പറഞ്ഞാൽ അതുപോലെ അവൾ പറയണ്ട. അത് ദൈവം തന്നെയാണ് അവൾ പറയണം. നമുക്ക് അങ്ങനെ ഒരു ചിന്തയില്ലടാ. ദൈവമേ, ആദ്യം ഞാൻ ഇപ്പം അവളെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നീ ദൈവമേ എന്ന് വിളിച്ചല്ലേ. അതാണ് അവളെ ശക്തി, അതാണ് അവളെ ഭക്തി. എത്ര ദൈവം ചമഞ്ഞാലും അവസാനം മനുഷ്യനാണ്. മനുഷ്യന്റെ മനസ്സ് തെറ്റാനേ ഒരു നിമിഷം മതി കളയാ. ഇവിടെ ഞാനേ പിന്നെ ആലോചിക്കണം എന്തെന്നറിയാം. ഓഫീസിൽ വേറെ പെണ്ണുങ്ങളൊന്നും ഇല്ല അടിയാ ഈ ടൂറിന് പോയി. നീ അന്ന് അന്വേഷിക്കാത്തത് ഇതെന്തൊരു കഷ്ടം. അച്ഛാ അച്ഛാ എന്താ ആ ലച്ചു ചേച്ചി തോണ്ട് ഞാൻ മാഞ്ഞു മര്യാദയ്ക്ക് അവിടെ ഇരുന്നപ്പോ എന്റെ അടുത്ത് കയറി ചൂടാവുന്നു, പല്ലും കാണിക്കുന്നു. ഇതാ ഇങ്ങനെ പറഞ്ഞോണ്ട്. നീ മൈൻഡ് ചെയ്യണ്ട. നീ പോ. അച്ഛാ അച്ഛാ ഞാൻ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ ലച്ചു ചേച്ചി പറയാ ഞാനാണ് അവനെ കുത്തി ഇളക്കി വിട്ടേ തല്ലു പിടിക്കാൻ വേണ്ടി. ഞാൻ എന്ത് ചെയ്യും വെച്ചത്? നീ അവിടെ ഒന്ന് സംസാരിക്കാൻ പോണ്ട. നീ പോ. നീ മര്യാദ പോ. കഷ്ടം നോക്കണേ അവളുടെ കാര്യം. അച്ഛാ അച്ഛാ എന്ത്? അച്ഛാ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാ കേട്ടോ. എവിടെ പോണു നീ? ആ ശിവടുത്ത് എന്തൊക്കെയോ പറയുന്നത്. എന്നെ കുത്തി എന്റെ അടുത്ത് മാത്രമുള്ള വയലേക്കാണ് ശിവടുത്ത് പറയുന്നത്. എനിക്ക് മനസ്സമാനം താടേ. നീ അവിടെ പോയി. അവൾ എന്ത് പറഞ്ഞാൽ നീ കേട്ടാ ഭാവിക്കണ്ട. നീ പോ. അച്ഛൻ ഇത് പറയുന്നതുകൊണ്ടാണ് ഞാൻ കുറെ നേരോട് ക്ഷമിച്ചോണ്ടിരിക്കുന്നത്. എന്നെ ക്ഷമയുടെ നെല്ലിപ്പള ഞാൻ ചേച്ചി കണ്ടു. നീ പോ. അച്ഛാ ഈ ലച്ചു ചേച്ചി കുറെ നേരമായിട്ട് എന്നെ മെക്കിട്ട് കാരണം അടങ്ങിയിരിക്കാൻ പറഞ്ഞു. ഞാൻ എപ്പോഴും തല്ലാന്ന് എനിക്കറിയില്ല. മര്യാദ കൊന്നുള്ള ഞാൻ എല്ലാത്തിനും. ശിവ വാ. നിനക്ക് അവരെ അടിക്കണോ? വേണ്ട വേണ്ട. നിങ്ങൾക്ക് ചേച്ചി അടിക്കണോ? വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ദേഷ്യം ഉണ്ടെങ്കിൽ അടിച്ച് തീർത്തേ പറ്റൂ. അടി 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 ദേഷ്യം തീരുന്നതിന് അടി അടി അടി. വേദനിക്കണ പിന്നെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തടിക്കാൻ അടിക്കാൻ പോണത്? ഫോൺ ഇട. അമ്മയായിരിക്കും. ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ വിളിച്ച് സ്വിച്ച് ഓഫ് ചെയ്തേക്കണോള്. അച്ഛാ അമ്മയല്ല. എന്താ വാസി? അവളെ വിളിച്ചാന്നാ? ഓ ഞാൻ വിളിച്ചപ്പോൾ അവള് സ്വിച്ച് ഓഫ് ചെയ്തേക്കണ്. എന്തോന്ന് നീ വിചാരിച്ചോ തന്നെ കാര്യങ്ങളെന്നാ? നിന്റെ താഴെ വിചാരിക്കാൻ പറഞ്ഞ വച്ചിട്ട് പടാ. എന്താ എന്ത് വായി വിളിച്ചിരിക്കണ? കാര്യം ഭാഗത്ത് അങ്ങോട്ടല്ല ഇങ്ങോട്ട് പോയി. എടി ഇങ്ങോട്ടല്ലടി, നീ ഇങ്ങോട്ട് പോടി. നീ പോ. നിങ്ങൾ ഇങ്ങോട്ട്. എടാ ഇങ്ങോട്ട് പോടാ. ഇങ്ങോട്ട് പോ. നീ പോ. ഇനി വേറെ അടുത്തുണ്ടല്ലേ. അപ്പൊ എവിടെ എടാ മുടിയാ? നീ എവിടെയാടാ? ഡാൻസ് പ്രാക്ടീസിനാ? എടാ വീട്ടിലൊരാവശ്യം നിന്നെ വിളിച്ചാൽ കാണൂലടാ. നീ നിന്റെ അമ്മേരെ പറയാം നീ പോയാടാ. ഞാൻ അവളെ വിളിച്ച് അവളെ സ്വിച്ച് ഓഫ്. എനിക്കെങ്ങനെ അറിയാം എന്തിനു സ്വിച്ച് ഓഫ് ആക്കിയെന്ന്? ഇനി വരട്ടെ. അവളിഞ്ഞ് വരട്ടടാ. അവളെ ഒഫീഷ്യൽ ടൂർ ഞാൻ നിർത്തി കൊടുക്കാം. വച്ചിട്ട് പടാ. അയാളാ പോണം. എന്ത്
എന്തിനാണ് സ്വിച്ച് ഓഫ് ആക്കണേ? അച്ഛാ സോറി. അച്ഛൻ ഞങ്ങളുടെ അടുത്ത് ദേഷ്യമുണ്ടാ? ദേഷ്യമൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്നോട്ടെ? അച്ഛാ ഞങ്ങൾ ഇനി ഇടികൂടും തമ്മിൽ തല്ലൊന്നും ചെയ്യില്ല. എടി അച്ഛന് നമ്മളോടുള്ള ദേഷ്യമല്ല, നമ്മുടെ തല്ല ദേഷ്യം വേറെന്തോ കാര്യമുണ്ട്. അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി. നീ ഒന്നും മിണ്ടാതെ നിൽക്കണ്ട. ഒന്നും അച്ഛനടുത്ത് പറയണ്ടെന്ന്. ഹലോ, ആ ബാലു തന്നെ ഓർമ്മയുണ്ടാ? ഞാനാ ഇപ്പം ഹിമാലയത്തിൽ. എന്ത് സന്തോഷമായ? എടി 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 ഒരു ഭർത്താവ് 4 പിള്ളേരും നിനക്ക് ഉള്ളതെന്ന് ഓർമ്മയില്ലടി. നീ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്? മീറ്റിങ്ങാ? മീറ്റിംഗാ? എടി ഇവിടെ ആരെങ്കിലും ചത്ത ഇങ്ങനെ അറിയണേ? ചുറ്റും ആളുണ്ടെന്നാ? അയ്യോ ഞാൻ അറിഞ്ഞില്ല. കട്ടി 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 കട്ടിയടി. ആ ആരെങ്കിലും ചോദിച്ചാൽ ഭർത്താവ് വിളിച്ചെന്ന് പറയല്ലേ, നിനക്ക് നാണക്കേടാണ്. ആ കട്ടിയടേ കട്ടി കട്ടി കട്ടി. അച്ഛനെന്തിനാ ഫോൺ കട്ട് ചെയ്തേ? അവൾക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി എനിക്ക് കട്ട് ചെയ്തൂടെ? അച്ഛമ്മ മീറ്റിംഗിലായതുകൊണ്ടല്ലേ കട്ട് ചെയ്തേ? അല്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേ? രാവിലെ മുതൽ സ്വിച്ച് ഓഫ് ആണ്. ഇതിന് മാത്രം മലവരയ്ക്ക് എന്തോന്നും ഇവിടെ മീറ്റിംഗ് നടക്കണം. ആ ഇവിടെ 4-3-7 സ്റ്റാഫുണ്ട്. എവിടെയൊക്കെ മീറ്റിംഗ്? തിരുവനന്തപുരം, കാസർഗോഡ്, കണ്ണൂർ, മദ്രാസ്, ബാംഗ്ലൂർ. അവിടെ മീറ്റിംഗ്. അതിന് മാത്രം ശമ്പളം കിട്ടണം, അതുമില്ല. ഈ വർഷമല്ലേ 30,000 34,000 ആക്കിയത്? പിന്നെ ഭയങ്കര സംഭവം തന്നെ 4,000 രൂപ കൂട്ടിയത്. കഴിഞ്ഞ കൊല്ലം കൂട്ടിയല്ലോ 4,000 രൂപ. കപ്പലിൻ്റെ വാങ്ങിക്കാൻ തേടി അവളെ ഒരു 4,000 കുടുവ. ഇനി അവള് ചെയ്യുന്ന ജോലിക്ക് 75,000 രൂപ ശമ്പളവും കമ്പനി വണ്ടി ഗസ്റ്റ് ഹൗസ് കൊടുക്കണം. അറിയാം എനക്ക്? അച്ഛാ അമ്മ ഒരു അക്കൗണ്ടന്റ് അല്ലേ, അല്ലാതെ കളക്ടർ അല്ലല്ലോ. ഇതൊക്കെ ഞാൻ ബാത്തുന്തി കെട്ടിക്കളയും. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അഴുക്ക പറഞ്ഞ കമ്പനിയിൽ നിന്ന് മാറിയിട്ട് വേറെ കമ്പനി പോവാൻ. കേൾക്കൂല. അവിടുത്തെ മാനേജർ സ്റ്റാഫും ഒക്കെ പിടിച്ചുപോയി. പാസി എവനെ ഞാൻ കൊടുക്കും, നോക്കിയോ. എന്താ നീ എന്ത് പതിവില്ല തുരുതുരാന്ന് വിളിക്കണല്ലേ? എന്താണ് അവളെ കിട്ടിയെന്നാ? പിന്നെ അവളെ കളഞ്ഞു പോയാ? അവിടെ കിട്ടാ അവളെ കിട്ടി. അവള് ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരുന്നെന്ന്. നീ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളെന്നാ? നീ എന്തിനാ ആവശ്യമില്ല വിചാരിക്കണേ? നീ ഊഹിക്കല്ലേ? നീ വിളിയടാ, സിംഗപ്പൂർ വിളിയടാ. നിന്റെ ഭാര്യ അവിടെ ഉണ്ടാകും നോക്ക്. അതാ വല്ല ചൈനക്കാരോടെ പോയാൽ നോക്ക് നീ. അച്ഛന് പറ. അച്ഛാ ഇപ്പൊ എന്താണ് അച്ഛന്റെ പ്രശ്നം? ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ എന്താണ് പ്രശ്നം എന്നാ? നീയൊക്കെ തന്നെ പ്രശ്നം. നീയൊക്കെ തന്നെ പ്രശ്നം. പ്രശ്നം ഹലോ, നീ ഇപ്പം എവിടെ? നീ ഇപ്പം എവിടെയെന്ന്? ഹോട്ടലിലാ? അവിടെ തോന്നുന്നു ഹോട്ടലിൽ തോന്നുന്നു. ആ ഹോട്ടലിലാണ് മീറ്റിംഗ് കിടക്കണേ. എന്ത് പതുക്കെ സംസാരിക്കണം തന്നാ? നീ എങ്ങനെ പറഞ്ഞ പതുക്കെ സംസാരിക്കേ? നീ മാത്രമല്ല അവിടെ? നിന്റെ കൂടെയുള്ള ബാനറൊക്കെ ഇവിടെ ഒറ്റയ്ക്കാ? കൂടെയുള്ള സ്റ്റാഫൊക്കെ എവിടെയെന്ന്? നീ എവിടെയെന്ന്? കട്ട് ചെയ്തു. എല്ലാ പ്രശ്നവും സോൾവ് ആയെന്ന് പറഞ്ഞിരിക്കുന്ന ഇരിപ്പുണ്ടോ സ്വിച്ച്? അങ്ങനെ വിടാൻ പറ്റത്തില്ല, പക്ഷെ ഏറ്റുമുട്ടാനും പറ്റത്തില്ല. ഇപ്പൊ തന്നെ അച്ഛൻ നല്ല കലിയേറി നിൽക്കൂല്ലേ? ഈ സമയത്ത് നമ്മൾ വല്ലതും അടികൂടുന്നത് കണ്ട അച്ഛൻ കൊല മാസാവും. അച്ഛൻ കൊല മാസം. എടാ അതിനൊക്കെ വഴിയുണ്ട്. നീ അച്ഛൻ പറയണ കേട്ടിട്ടില്ലേ? മുള്ളിനെ മുള്ളോണ്ട് എടുക്കണം. നീ വാ. ചേച്ചി ചേച്ചി ഇയർഫോൺ ചെവിന്ന് മാറ്റ. എന്ത്? അതെ ചേച്ചി എങ്ങനെയാ ചേച്ചി കുന്ത്രാണ്ട് 24 മണിക്കൂറും ചെവി കുത്തി തിരികെ ഇരിക്കണേ?
നിനക്കിപ്പോ എന്താ വേണ്ടേ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചേച്ചിയുടെ എന്തായിരുന്നു ചോദിച്ചു വിളിക്കുന്ന ഡ്രമ്മിന് പറയാം Diaphragm. അതന്നെ ആ സ്ഥലം അടിച്ചു പോയിക്കോളും. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞില്ല എനിക്ക് ഫോൺ വേണം. എന്തിനാണ്? അമ്മയെ വിളിക്കാൻ. ഇപ്പൊ എന്തിനാ അമ്മേനെ വിളിക്കണേ? ഒരു അത്യാവശ്യ കാര്യം പറയാനാണേ. നീ അച്ഛന്റെ ഫോണിൽ വിളിച്ചോ? അച്ഛൻ നല്ല കളികൾ നിൽക്കുവോ? ചേച്ചി ഫോൺ താ. അധികം നേരം സംസാരിക്കരുത് കേട്ടോ. ഇല്ല 5 മിനിറ്റ് സംസാരിക്കത്തുള്ളൂ. റിങ്ങും ഉണ്ട്. ആ അമ്മ എന്തൊക്കെയുണ്ട് അമ്മ വിശേഷം? സുഖമല്ലേ? അമ്മയോട് ഭയങ്കര പ്രശ്നം അമ്മ. ഈ ലച്ച ചേച്ചി ഇന്ന് രാവിലെ ചേച്ചിയുടെ ബെഡിൽ തട്ടിയിട്ടേക്കണ്. വീട്ടിൽ ഒരു ജോലിയും ചെയ്യില്ല. ചോറ് വെക്കില്ലേ, പാല് വെക്കില്ല, ചായ വെക്കില്ല, ഒന്നും ചെയ്യില്ല. വെറുതെ ഇരുന്ന് ഫോണും കുത്തി പിടിച്ചോണ്ടിരിക്കുക. അമ്മ ഞാൻ സംസാരിക്കില്ല. അമ്മ നേരിട്ട് ലച്ച ചേച്ചിയുടെ അടുത്ത് ചോദിക്കുക. അപ്പൊ കാര്യങ്ങളെല്ലാം പിടികിട്ടും. ചോദിക്കുക. അടുത്തിരിപ്പണം ഒന്നും ചെയ്യില്ല. അമ്മ ഏറ്റവും നേരം ഫോണിൽ കുത്തി പിടിക്കുക. പിടി സംസാരിക്കുക. അമ്മയാ അമ്മ ചവിട്ടി ഇല്ലമ്മ, ഞാൻ ജോലിയൊക്കെ അങ്ങ് ചെയ്തോളാം. ആ ഞാൻ തന്നെ നീ നേരത്തെ എന്തിനടി നീ മൊബൈൽ ഓഫ് ചെയ്യുന്നില്ലടി? ചാർജ് ചെയ്ത് നോയാ? ഇപ്പൊ ചാർജ് എങ്ങനെ വന്ന്? കള്ളം പറയല്. അയ്യാ ഹോട്ടലിൽ നിന്ന് ചാർജ് ചെയ്ത് എടി ഉരുണ്ട് കളിക്കാടി. എടി ഞാൻ ഒരു ഹലോ കട്ട് ചെയ്ത് ഫോണിന്റെ ചാർജ് തീർന്നതാണ്. നീ ഫാനിന്റെ ചാർജ് ചെയ്യുന്നതാണ്. വളഞ്ഞ് വരട്ടവള് പാസി ഡാ കുടുംബ കലക്കി എടാ വച്ചിട്ട് പോടാ. നീ നിന്റെ കുടുംബം നോക്കടാ. നീ കുടുംബത്തിന്റെ കാര്യം നോക്കടാ. എന്റെ കുടുംബത്തിന്റെ കാര്യം ഇടപെടാ. നീ വരണമെന്നില്ലടാ. നീ കൂടുതൽ കളിക്കല്ലേ. ഞാൻ സിംഗപ്പൂർ പറക്കും. പറഞ്ഞ് നിന്റെ ഭാര്യ കണ്ടിട്ട് ഉള്ളതും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പണ വിധത്തിൽ ഞാൻ കൂടെ പറ്റി വച്ചിട്ട് പറ. തുളച്ചളത്തില് എല്ലാവരും തുളച്ചള നോക്കോ. അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ടെൻഷൻ അടിച്ചാൽ അച്ഛൻ്റെ BP കൂടും. BP കൂടിയാൽ എന്ത് പറ്റും? ആശുപത്രിയിൽ പോയി കിടക്കേണ്ട വരും. ഇപ്പൊ അമ്മയെ ഇവിടെ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? അച്ഛനത് അസുഖം വന്നാൽ എന്താവും? ഉണ്ടാവാൻ തള്ളക്ക് മക്കൾക്ക് സന്തോഷാവും. അത്ര തന്നെ. അച്ഛൻ എന്തായി പറയണ? അച്ഛൻ എന്ത് പറ്റി? അച്ഛന് എന്ത്? അമ്മ നേരത്തെ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ചെയ്തേ. നീ എവിടെ പറഞ്ഞത് നീ റൂമിൽ ചാർജ് ചെയ്യാൻ വെച്ചേക്കണെന്ന്? ഇതെന്ന് ചാർജ് ഇളക്കിട്ട് വിളിച്ചെന്നാ? മറിയല്ലേ ദോശ മറിച്ചിട്ടുമ്പോൾ കിടന്ന് മറിയല്ലേ. നീ ഇപ്പൊ എവിടെ? ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയ എന്നിട്ട് പർച്ചേസിന് പോണ? ആരൊക്കെ പോണെന്ന് പിന്നെ വിളിക്കാന്നാ? നീ വിളിക്കണ്ട. നീ വെച്ചിട്ട് പോടി. എന്താ അച്ഛൻ ഇവിടുന്ന് അമ്മയെ പറഞ്ഞു വിടുമ്പോ വളരെ സന്തോഷമായിട്ടില്ലേ പറഞ്ഞു വിട്ടോ? ഇപ്പൊ എന്ത് പറ്റി? അതന്നെ ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്നാണ് ഇത് തുടങ്ങിയേക്കണേ. ആ ബാസ്യങ്ങൾ വന്നില്ലേ, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അച്ഛൻ തുടങ്ങിയത്. അച്ഛാ ഭയങ്കര ബോറാണ് ട്ടാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അമ്മേനെ കുറിച്ച് ശല്യപ്പെടുത്താ? ഇതൊരുമാതിരി ലോക്കൽ ചെയ്യുന്ന പോലെ. അല്ലെങ്കിൽ നമ്മളൊരു തറവാട്ടല്ലേ, പേരുകേട്ട തറവാട്ടിൽ പറഞ്ഞ ആൾക്കാരല്ലേ. അച്ഛാ എന്റെ മര്യാദ കാണിക്കച്ചാ. അമ്മ വിളിച്ച് സോറി പറയേ. അമ്മ പാവല്ലേ. വിളിക്കച്ചാ. അതല്ല അച്ഛന് കാര്യങ്ങളൊക്കെ അറിയാം. അമ്മ എവിടെ പോയി എന്തിനു പോയി എന്നൊക്കെ അറിയാം. പക്ഷെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണ്ടേ? സ്വിച്ച് ഓഫ് ചെയ്യണം എന്തിന്? അറിയണ്ടേ അവൾ എന്താണ് ചെയ്യണത്, അവൾ എവിടെയൊക്കെ പോണെന്ന്? അത് നമ്മൾ അന്വേഷിക്കണ്ടേ? സംഗതിയൊക്കെ പിടികിട്ടി. ഇപ്പൊ അച്ഛൻ എന്തായാലും അമ്മേനെ ഫോൺ വിളിക്കല്ലേ? ധൈര്യമായി വിളിച്ചിട്ട് സോറി പറ. ഹലോ നീലു. സോറി വേറെ ഒന്നുമല്ല. സോറി ഞാൻ വിളിച്ചിട്ട് നീ എടുക്കാത്തത്. അതുകൊണ്ടല്ലേ എനിക്ക് ദേഷ്യപ്പെട്ടത് ഞാൻ. നീ എന്തായാലും നീ പർച്ചേസ് ചെയ്യാൻ പോവല്ലേ? പോയിട്ട് വാ, സന്തോഷമായിട്ട് പോയിട്ട് വാ. ശരിയടി, ഞാൻ വിളിക്കാം. സന്തോഷമായല്ലേ? ഇനി പോടും പോ. ഇപ്പോഴാണ് ഞങ്ങളുടെ അച്ഛനായത്. പിന്നെ പണ്ട് അച്ഛൻ അല്ലായിരുന്നു. ഞാൻ അടിപൊളി. നീലു പർച്ചേസ് ചെയ്യാൻ പോവല്ലേ? ആരൊക്കെ ഉണ്ട്?
സുഷമയുണ്ടാ? അത് ഞാൻ അറിഞ്ഞില്ല. ആ ശരി. ആ പോയിട്ട് വാ പോയിട്ട് വാ. ഇത് ഭയങ്കര ശബ്ദം, കാറ്റടിക്കുന്ന ശബ്ദം. ആട്ടോയല്ലേ പോണേ എന്നെ? ആ ശരി ശരി ശരി. കൂടെ വേറെ ആരും ഇല്ലല്ലേ? സുഷമ മാത്രമേ ഉള്ള? ഹലോ ഹലോ. നീലു ഞാനേ ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു, അത് മറന്നു. ആ അതെ, നീ ആ മേനകരെ കാറിലാണോ പോണേ? Yeah.